ഫ്രാൻസിലും സ്പെയിനിലും കാട്ടുതീ നിയന്ത്രണാതീതമായി തുടരുകയാണ്. വിമാനങ്ങളിൽ നിന്ന് വെള്ളവും അഗ്നിശമന ഉപകരണങ്ങളും ഉപയോഗിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ഫ്രാൻസിന്റെയും സ്പെയിനിന്റെയും ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ കാട്ടുതീയാണ് പടരുന്നത്. ഇരു രാജ്യങ്ങളിലുമായി 3.25 ലക്ഷം പേരെ ഇതിനകം ഒഴിപ്പിച്ചു കഴിഞ്ഞു. അശ്വതി കെ വാദിക്കലാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. അശ്വതി, അതിരൂക്ഷമായ കാട്ടുതീ എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ രണ്ട് രാജ്യത്തിൻ്റെയും ചരിത്രത്തിൽ മുൻപ് ഒരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള കാട്ടുതീ പടർന്നുവെന്ന് പറയുമ്പോൾ അത് സാഹചര്യം എത്രത്തോളം രൂക്ഷമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ എങ്ങനെ ഇത് നിയന്ത്രിക്കുവാനാണ് ഈ രണ്ട് രാജ്യങ്ങളും ശ്രമിക്കുന്നത്? ഗൗതം സൂചിപ്പിച്ചതുപോലെയാണ് സ്പെയിനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. കാരണം 2 പതിറ്റാണ്ടിനിടയിൽ സ്പെയിനും ഫ്രാൻസും ഇത്രത്തോളം ഒരു രൂക്ഷമായ കാട്ടുതീ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ്. കാരണം അതിരൂക്ഷമായ കാട്ടുതീയാണ് ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ ഗൗതം, അവിടുത്തെ ജനത തന്നെ ഈ കാട്ടുതീയെ വിശേഷിപ്പിക്കുന്നത് രാക്ഷസ കാട്ടുതീ എന്നാണ്. കാരണം അത്രത്തോളം ആ ജനതയെ കാർന്നു തിന്നുകയാണ് ഈ കാട്ടുതീ. ഇതിനോടകം തന്നെ 3 ലക്ഷത്തിലധികം പേരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ഇടുത്തിയായെന്ന് പറയട്ടെ, ഇടുത്തിയായി ഇപ്പോൾ ഒരു ഫയർ തണ്ടർ സ്റ്റോമും കൂടി ഈ ഫ്രാൻസിലും സ്പെയിനിലും രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ഫയർ തണ്ടർ സ്റ്റോം എന്ന് പറയുമ്പോൾ ഈ മേഘങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മേഘങ്ങൾ ഇടിമിന്നൽ കൂടി രൂപപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ കാട്ടുതീ കൂടുതൽ രൂക്ഷമാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഒപ്പം ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഗൗതം എന്തെന്നാൽ ഇവർ വലിയ രീതിയിൽ ഒരാഴ്ചയിലേറെയായി ഈ കാട്ടുതീ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിൽ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ആ ശ്രമങ്ങളൊക്കെ വിഫലമാക്കിക്കൊണ്ട് കാട്ടുതീ കൂടുതൽ ഇടങ്ങളിലേക്ക് ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിമാനങ്ങളിൽ നിന്ന് അടക്കം വെള്ളം ചീറ്റുന്നുണ്ട്. അഗ്നിശമന ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കാട്ടുതീ എങ്ങനെയൊക്കെ കെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷെ അപ്പോഴൊന്നും ഈ കാട്ടുതീ കെടുന്നില്ല. മറ്റൊരു ആശങ്കാജനകമായ കാര്യം ഗൗതം, ഇപ്പോൾ ഈ ഫ്രാൻസിന്റെ ജിറോൺ മേഖലയുണ്ട്. ഈ ജിറോൺ മേഖലയെ പറ്റി പറയുകയാണെങ്കിൽ വൈൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മേഖലയാണ്. ഒപ്പം ഈ ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ള ആയുധങ്ങൾ കൂടി സൂക്ഷിക്കുന്ന ഒരിടം കൂടിയാണ് ഇവിടം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഉൾപ്പെടെ ഇപ്പോൾ ഈ കാട്ടുതീ പടരുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ സംഭരണം, സംരക്ഷണം അതൊക്കെ എങ്ങനെ തുടരുമെന്ന് കൂടി കണ്ടറിയണം. കാരണം ജനതയൊക്കെ ഒഴിപ്പിച്ചു. ഇതിനോടകം തന്നെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് 84 അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരണസംഖ്യ ഉയരുമെന്നാണ് ഗൗതം നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പ്രതീക്ഷ എന്നാൽ 2 ആഴ്ചയോളം ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കേണ്ടി വരും. അതായത് 2 ആഴ്ചയും നമ്മൾ ഈ കാട്ടുതീയെ അതിജീവിച്ചേ മതിയാകൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഫ്രാൻസിൻ്റെ കാര്യമൊന്നും എടുക്കാം. നമുക്ക് അവിടെ അറിയാം 98,000 ഹെക്ടർ വനഭൂമിയാണ് ഗൗതം കത്തി നശിച്ചത്. അപ്പം സ്പെയിനെ നോക്കുവാണെങ്കിൽ മാഡ്രിഡ്, അവില, വലൻസിയ എന്നീ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ കാട്ടുതീ പടർന്നിരിക്കുന്നത്. എന്തായാലും ഇതിനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോൾ കാട്ടുതീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുകയാണ്. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഗൗതം. ഫ്രാൻസും സ്പെയിനും അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. അത് ജനവാസ മേഖലയെ വല്ലാതെ തകർത്തിട്ടുണ്ട്. 3 ലക്ഷം പേരെയാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ അശ്വതി, എന്തായാലും ഫ്രാൻസിലും സ്പെയിനിലും മുൻപ് പലപ്പോഴും കാട്ടുതീ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് മുൻപ് ഈ രണ്ട് രാജ്യങ്ങളിലും മുൻപ് ഒരിക്കലും ഇല്ലാത്ത വിധത്തിൽ കാട്ടുതീ പടരുകയാണ്. അത് ജനവാസ മേഖലകളെ ഉൾപ്പെടെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. 2 രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ ഈ കാട്ടുതീ പടരുന്ന സ്ഥലങ്ങളിൽ നിന്നും 3.5 ലക്ഷത്തോളം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം അവിടെ രൂപപ്പെട്ടിരിക്കുകയാണ്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ന്യൂസ് ഡെസ്കിൽ നിന്നും അശ്വതി കെ വാദിക്കലാണ് ചേർത്ത്.